ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അധ്യാത്മരാമായണത്തിൽ പരമേശ്വരൻ പാർവതിക്ക് ഉപദേശിക്കുന്ന ഭാഗമാണ്. രാമായണ കഥനം ആരംഭിക്കുന്നു. അവിടെ ഹനുമാനോട് തത്വോപദേശം ചെയ്യാൻ ശ്രീരാമൻ സീതാദേവിയോട് പറയുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. സുന്ദരരൂപേ ഹനുമാന നീ കണ്ടായല്ലി, നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ, തന്നുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തിനാഥേ, ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെയൊഴിച്ചൊന്നിലും ഒരു നേരം ആശയുമില്ലയല്ലോ. ഇവിടെ ശ്രീരാമ തത്വത്തെ, സീതാ തത്വത്തെ ഉപദേശിക്കാൻ ശ്രീരാമൻ സീതയോട് പറയുന്ന ഭാഗത്ത് വേദാന്ത ശ്രവണത്തിന് അഥവാ വേദാന്ത തത്വവിജ്ഞാനത്തിന് എന്താണ് യോഗ്യത നൽകുന്നത്, ഈ വിഷയമാണ് ഏറ്റവും ശ്രദ്ധേയമായി സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വേദാന്ത ശ്രവണം, പരമമായ സത്യവിചാരം അഥവാ സത്യസാക്ഷാത്കാരം, ആരാണ് അതിന് അധികാരിയായി തീരുന്നത്? വേദാന്ത വിചാരത്തിന് അധികാരം നൽകുന്നത് എന്ത്? ഈ വിഷയമാണ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഹനുമാനെ നീ കണ്ടില്ലേ? എപ്പോഴും നിന്നിലും എന്നിലും ഭക്തി നിറഞ്ഞിരിക്കുന്നവനാണ് ഹനുമാൻ. അപ്പം ആദ്യം തന്നെ ശ്രീരാമൻ ഹനുമാനിലെ ഭക്തിഭാവത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വേദാന്ത തത്വബോധത്തിന് ഏറ്റവും പ്രാഥമികമായി നമ്മിൽ വേണ്ടത് ഭക്തിയാണ്. ഉപനിഷത്ത് പ്രഖ്യാപിക്കും, യസ്യ ദേവേ പരാഭക്തി യഥാ ദേവേ തഥാ ഗുരൗ തസ്യൈതേ കഥിതാ ഹ്യർത്ഥാ പ്രകാശന്തേ. ആർക്കാണോ ഈശ്വരനിൽ, ഗുരുനാഥനിൽ ഉറച്ച ഭക്തിയുള്ളത്, അയാൾക്കാണ് ഈ ഉപനിഷത്ത് പ്രതിപാദിതമായ തത്വങ്ങൾ പ്രകാശിക്കുന്നത്. ഈ വാക്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. താത്പര്യം, പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പ്രാഥമിക തലത്തിൽ ശാസ്ത്രസ്വാധ്യായം ചെയ്യുന്നവർക്ക് വലിയൊരു സംശയം ഉള്ളിലുള്ളത്, ഭക്തിയൊന്ന് വേറെയാണ്, ജ്ഞാനമൊന്ന് വേറെയാണ്. ഇവ ഭിന്ന മാർഗങ്ങളാണ്. ഭക്തി എന്ന് പറയുമ്പോൾ എന്തോ അത് വൈകാരികം മാത്രമാണ്, ജ്ഞാനമെന്ന് പറയുമ്പോൾ അത് വൈചാരികം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവ തീർത്തും ഭിന്നങ്ങളാണ് എന്നൊരു മിഥ്യാധാരണ എങ്ങനെയൊക്കെയോ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഇവ ഭിന്നങ്ങളല്ല. ഒരു മനുഷ്യനെ ജ്ഞാനമാർഗത്തിലേക്ക് പ്രവർത്തിപ്പിക്കുന്നത് അയാൾക്കുള്ളിലുള്ള ശുദ്ധമായ ഭക്തിയാണ്. ഭക്തി കൊണ്ട് അന്ധകരണം ശുദ്ധമായി വരും, ഭക്തി കൊണ്ട് ഏകാഗ്രത വളരും. അങ്ങനെ ശുദ്ധ അന്ധകരണം, ഏകാഗ്രമായ അന്ധകരണം, ഇതാകുന്നു സൂക്ഷ്മ ജ്ഞാനത്തിലേക്ക് മനുഷ്യനെ പ്രവേശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർഗതലത്തിൽ ഭക്തി, ജ്ഞാനം ഇവയൊന്നും വിഭിന്നമല്ല എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ആ ഒരു ഔപനിഷദമായ ദർശനത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് തുടക്കത്തിൽ തന്നെ ഭക്തിയുക്തനാണ് ഹനുമാൻ എന്ന് ശ്രീരാമൻ സീതയോട് വെളിപ്പെടുത്തുന്ന ഭാഗം. എന്ന് മാത്രമല്ല, വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്, പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ് ഇയാൾക്കുള്ളിൽ മറ്റൊരാശയുമില്ല എന്നാണ്. തീർത്തും നിഷ്കാമഭാവത്തിൽ അത്യുത്തമ കർമ്മയോഗത്തിൻ്റെ ഉദാത്ത മാതൃകയായി തികഞ്ഞ ഭക്തിയുടെ
പരമമായ മാതൃകയായി നമ്മുടെ മുമ്പിൽ രാമായണത്തിലൂടെ, എല്ലാ രാമായണങ്ങളിലൂടെയും ഹനുമാൻ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഹനുമാൻ വീര്യവാനാണ്, ശത്രുദമനനാണ്, സർവ ആയോധന കലകളിലും അദ്വിതീയനാണ്, ഭാഷാശാസ്ത്രജ്ഞനാണ്. ഹനുമാൻ ഇല്ലാത്തൊന്നുമില്ല. എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു മൂർത്തിയായിട്ടാണ് ഹനുമാൻ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കപ്പെട്ടിട്ടുള്ളത്. അത് വാൽമീകി മഹർഷിയാലായാലും വ്യാസഭഗവാനായാലും ആരായാലും. എന്നാൽ അപ്രകാരമൊക്കെയുള്ള ഹനുമാനെ സംബന്ധിച്ച് ഇവിടെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ആന്തരികമായി പരമാത്മജ്ഞാനത്തിനുള്ള ഇച്ഛയല്ലാതെ മറ്റൊന്നും ഹനുമാനിലില്ല. അപ്പോൾ വേദാന്ത ശ്രവണത്തിന് അധികാരം നൽകുന്ന അടുത്ത ഘടകം അഥവാ അടുത്ത് പരിഗണിക്കപ്പെടേണ്ടത് അനന്യശ്രദ്ധയാണ്. മറ്റൊന്നിലും മനസ്സ് വ്യാകുലപ്പെടാതെ, മറ്റൊന്നിൻ്റെ പിന്നാലെയും മനസ്സ് പോകാതെ, കേവലം തത്വജ്ഞാനം മാത്രം ഇച്ഛിക്കുന്ന ആ ഒരു ദൃഢമായ ഏകീകൃതമായ ജിജ്ഞാസ. ഇതാണ് ഹനുമാൻ്റെ ആന്തരികമായ ഭാവം. ഇതാണ് ഒരു വേദാന്ത തത്വ ജിജ്ഞാസുവിന് അഥവാ വേദാന്ത പഠനത്തിലേക്ക് പ്രവേശിക്കേണ്ടുന്നവന് വേണ്ടത്. ഏകാഗ്രമായ ഏകതത്വത്തിൽ ഉറച്ച ആ ഒരു ജിജ്ഞാസ. അതുകൊണ്ട് പരമാത്മജ്ഞാനം മാത്രമാണ് ഇവൻ ഇച്ഛിക്കുന്നത്, വേറൊന്നും ഇവൻ ഇച്ഛിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിർമ്മല ജ്ഞാനത്തിന്, ആത്മജ്ഞാനത്തിന് ഇയാൾ പാത്രമാണ്. ഒന്ന്, ശുദ്ധഭക്തിയുള്ളതുകൊണ്ട്. രണ്ട്, മറ്റൊന്നിലും ആന്തരികമായി ഇച്ഛയില്ലാത്തതുകൊണ്ട്. മറ്റൊന്നിലും ആന്തരികമായി ഇച്ഛയില്ലാത്ത എന്നുള്ളതിലൂടെ വിവേകവും വൈരാഗ്യവും സുദൃഢമായ ആന്തരിക ഭാവത്തെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. അപ്പോൾ ഭക്തിയും വിവേക വൈരാഗ്യങ്ങളും തികഞ്ഞ ഭാവമാണ് ഹനുമാനിൽ എന്നതുകൊണ്ട് നിർമ്മലമായ ആത്മജ്ഞാനത്തിന് ഇയാൾ പാത്രമാണ് എന്ന് മാത്രമല്ല, നിത്യബ്രഹ്മചാരിയാണ്. ബ്രഹ്മചാരി എന്ന് പറയുമ്പോൾ ആത്യന്തികമായ അർത്ഥത്തിൽ ബ്രഹ്മത്തിൽ അഭിന്നമായി ചരിക്കുന്നവനെന്നാണ് അർത്ഥം. ബ്രഹ്മണി നിതരാം തിഷ്ഠതി. അഭിന്നവൃത്തനായി കേവലം ബ്രഹ്മാത്മബോധത്തിൽ കഴിയുന്ന ആളാണ് പാരമാർത്ഥിക തലത്തിൽ ബ്രഹ്മചാരി. പക്ഷേ ഉപദേശിക്കപ്പെടേണ്ടുന്നവൻ എന്നർത്ഥം പറയുന്ന ഭാഗമായതുകൊണ്ട് അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ലക്ഷ്യത്വേന കേവലം ബ്രഹ്മത്തെ മാത്രം, ബ്രഹ്മജ്ഞാനം മാത്രം ലക്ഷ്യമായി കണ്ട് ചരിക്കുന്നവനാണ്. അതിനനുസൃതമായി ശാസ്ത്രവിചാരം ചെയ്യുന്ന ആളാണ്. അതിനനുസൃതമായി ഇന്ദ്രിയ നിഗ്രഹം നല്ലതുപോലെ സ്വാധീനമാക്കിയിട്ടുള്ള ആളാണ്. ഇങ്ങനെ എന്തുകൊണ്ടും ശാസ്ത്രജ്ഞാനത്തിന് യോഗ്യനാണ് ഹനുമാൻ എന്ന് പറയുന്നതിലൂടെ എന്തൊക്കെയാണ് നമുക്ക് ശാസ്ത്രജ്ഞാനാധികാരം നൽകുന്നതെന്ന് സൂചിപ്പിക്കപ്പെടുന്നു ഇവിടെ. അത് വളരെ ശ്രദ്ധേയമാണ്. തുടർന്ന് ഈ ഭാഗം അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.